ഹലോ, നമസ്കാരം. ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിൻ്റെ ഹൃദയംഗമമായ ഓണാശംസകൾ. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ, കറൻസി നോട്ടുകൾ അച്ചടിക്കാനുള്ള അധികാരം റിസർവ് ബാങ്കിനാണ്. അപ്പോൾ രാജ്യത്തിന് ആവശ്യമായ കറൻസി നോട്ടുകൾ റിസർവ് ബാങ്ക് ചുമതലപ്പെടുത്തുന്ന ചില പ്രസ്സുകളിലൂടെ അച്ചടിക്കുന്നു. അത് രാജ്യത്ത് വിതരണം ചെയ്യുന്നു. അപ്പോൾ ഒരു സാങ്കല്പിക ചോദ്യമാണ്, നിങ്ങൾക്കാവശ്യമായ പണം പ്രിന്റ് ചെയ്യാൻ റിസർവ് ബാങ്ക് നിങ്ങൾക്ക് ലൈസൻസ് തരികയാണെങ്കിലോ? എങ്കിൽ പിന്നെ എന്ത് സുഖമായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമായ പണം അപ്പോൾ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ആ മെഷീൻ ഉണ്ട് എന്ന് വിചാരിക്കുക, നോട്ട് പ്രിന്റ് ചെയ്യുന്ന മെഷീൻ, ലൈസൻസ് ഉള്ള മെഷീൻ. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്കത് സ്വയം പ്രിന്റ് ചെയ്ത് എടുക്കാൻ കഴിയും. കാരണം നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, ലൈസൻസ് ഉള്ള മെഷീനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മെഷീൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ മെഷീന് ഇൻഷുർ ചെയ്യുമോ? അതോ നിങ്ങൾ പറയും അത് ഇൻഷുർ ചെയ്യാനൊക്കെ ഒരുപാട് പൈസ വരും, ഇൻഷുറൻസ് ഒക്കെ ചെയ്യുന്നത് നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഷുർ ചെയ്യാതിരിക്കുമോ? മെഷീൻ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാലോ, മെഷീൻ നഷ്ടപ്പെട്ടാലോ? അപ്പോൾ നിങ്ങൾ ആ മെഷീൻ്റെ ഇൻഷുറൻസിന് എത്ര രൂപ വന്നാലും, എത്ര വലിയ തുക വന്നാലും നിങ്ങളത് ഇൻഷുർ ചെയ്തിരിക്കും. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മെഷീൻ അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന് ഒരു കേടുപാടുകൾ സംഭവിക്കാനോ, നഷ്ടപ്പെടാനോ, മോഷണം പോകാനോ ഒന്നും നിങ്ങൾ അനുവദിക്കില്ല. അതിനുവേണ്ടി എത്ര തുക വേണമെങ്കിലും മുടക്കാൻ നിങ്ങൾ തയ്യാറാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ജീവനുള്ള, ചോരയും നീരുമുള്ള ഒരു നോട്ട് പ്രിന്റിംഗ് മെഷീൻ ഇല്ലേ? നിങ്ങൾക്ക് അത് ഇതുവരെ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലേ? എങ്കിൽ പറയാം, ആ മെഷീൻ നിങ്ങളാണ്. നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വരുമാനം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ കറൻസി നോട്ടുകൾ പ്രിന്റ് ചെയ്യുന്ന ഒരു ജീവനുള്ള മെഷീനാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഒരു മാസം 50,000 രൂപ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 75,000 രൂപ ആവശ്യമുണ്ടെങ്കിൽ, അത് നിങ്ങൾ അധ്വാനിച്ച് സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞാൽ മെഷീനിൽ പ്രിന്റ് ചെയ്ത് എടുക്കുന്നത് പോലെ നിങ്ങൾ അധ്വാനിച്ച് ആ പൈസ പ്രിന്റ് ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളാകുന്ന ജീവനുള്ള, ഓജസ്സുള്ള, രക്തവും മാംസവുമുള്ള ഈ മെഷീന് ഇൻഷുറൻസ് വേണ്ടേ? ഈ മെഷീന് കേടുപാടുകൾ സംഭവിച്ചാലോ? ഈ മെഷീന് ഒരു ദിവസം പൂർണ്ണമായിട്ടും ഇല്ലാതായാലോ? അത് നിശ്ചലമായാലോ? അപ്പം അതിന് ഇൻഷുറൻസ് വേണ്ടേ? എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളാകുന്ന ഈ മെഷീനെ ഇൻഷുർ ചെയ്യാത്തത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.